നമസ്കാരം കൂട്ടുകാരെ, ആദീസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്നത്തെ ഞങ്ങളുടെ പൂരക്കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മാമൻ്റെ വീട്ടിലുള്ള പൂരക്കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ 8:30 അവിടെ ചായ കുടിച്ച് അവിടെ അമ്പലത്തിൽ ഉപ്മാവായിരുന്നു. ഉപ്മാവൊക്കെ കഴിച്ച് അവിടെ മാമനെ കണ്ടോളം വരുന്ന ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അവിടെ ആൻറ്റിയും ഞങ്ങളെ ആൻറ്റിയും മക്കളും പിന്നെ കുട്ടീസൊക്കെ ഉപ്മാവ് കഴിച്ചിട്ട് കുറച്ചൊരു ചെണ്ടമേള കണ്ടിരുന്നു. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ ഞങ്ങളുടെ അമ്പലത്തിലെ ചെണ്ടമേളകളെ കാണാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചടങ്ങെന്ന് പറഞ്ഞാൽ കുട എടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ കുട എടുക്കുന്ന ചടങ്ങിന് ചെണ്ടമേളക്കാർ ആദ്യം മുന്നിലോട്ട് പോയി. പിന്നെ അമ്പലത്തിൻ്റെ കോമരം തുള്ളുന്ന ഏട്ടൻ പിന്നിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കൂടെ പോയി. നല്ല രസമുണ്ട് കേട്ടോ ചെണ്ടമേളം കേൾക്കാൻ. അങ്ങനെ കേട്ടിരുന്നു പോകും കേട്ടോ. ഇതൊന്നും അല്ല, അവരുടെ കുട്ടിക്ക് ഒരുപാട് പ്രശ്നം, എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് കാര്യം. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ എന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആദ്യം എൻ്റെ അടുത്ത് വാശി പിടിക്കുന്നിട്ട് ആദ്യം വിളിച്ചു, കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ. എന്നാലും നല്ലൊരു എന്താ പറയുക, ഒരു അന്തരീക്ഷം. ഇതാണ് കുട കേട്ടോ. ആദ്യം കുട എടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. കുട എടുത്ത് കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാണ്ട് വയ്ക്കാൻ എന്തോ സംഭവമാണ്. ആ കുടയും കൊണ്ട് അമ്പലത്തിലോട്ട് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ പിന്നാലെയുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും പിന്നാലെ നിൽക്കുന്നത്. കുട്ടൂസിനെയും കൊണ്ട് ആൻറ്റി നടക്കുന്നത് കേട്ടോ. കുറച്ച് നേരമൊക്കെ ആൻറ്റി അടുത്തൊക്കെ മര്യാദയ്ക്കൊക്കെ നിന്നു. പിന്നെന്താ ചൂട് കൂടുന്നവർ ആദ്യക്ക് വാശി കയറി വരുമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ കുട കൊണ്ട് വെച്ചു. ആ ചടങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ആ തുള്ളുന്നില്ല കോമരം തുള്ളുന്ന ഏട്ടൻ്റെ മകൻ കുടവുമായിട്ട് വന്നു. ഈ കുടത്തിലെന്താണെന്ന് എനിക്കറിയില്ല. ഈ കുടം ഇനി അമ്പലത്തിൽ കൊണ്ടുവയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ. കോമരം തുള്ളുന്ന ഏട്ടൻ്റെ മകൻ തന്നെയാണ് കൊണ്ടുപോയി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അവിടുത്തെ പൂച്ചക്കുട്ടി ഒക്കെ ഉണ്ടായിരുന്നു. ചൂട് സഹിക്കാൻ വയ്യ. ഞാൻ ഇപ്പം ശ്രീക്കുട്ടി വെള്ളമൊക്കെ എല്ലാവർക്കും ഡ്രിങ്ക്സ് വെള്ളമൊക്കെ കലക്കിത്തന്നു. ഞങ്ങളൊക്കെ അത് കുടിച്ചിട്ടൊക്കെ ഓരോ ഭാഗത്ത് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അന്നദാനത്തിൻ്റെ സമയമായി കേട്ടോ. അങ്ങനെ അന്നദാനത്തിന് സമയപ്പോൾ ആദ്യം ഭയങ്കര വാശിയായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിന് ചോറും സാമ്പാറും അവിയൽ തോരൻ അച്ചാറ് പായസം പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. സദ്യ മോരും രസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വന്ന് ഞങ്ങൾ വന്ന് ഭയങ്കര ചൂടായിട്ട് മാമൻ്റെ വീട്ടിൽ അങ്ങനെ കിടക്കുമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ കിടന്നപ്പോൾ ഒരു 4:30 ആയപ്പോഴത്തേന് അമ്പലത്തിൽ പോകേണ്ട സമയം. വീണ്ടും വൈകുന്നേരത്തെ കുളിച്ചൊക്കെ ഒരുങ്ങി ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ട് എത്തി കേട്ടോ. വൈകുന്നേരം 4-5 മണിയായപ്പോഴത്തേനും എത്തി. അതിനുശേഷം ചടങ്ങാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ചെണ്ടമേളങ്ങളും ചടങ്ങുകളൊക്കെ. ഇവിടെയാണെങ്കിൽ ശ്രീകുട്ടി മാമൻ്റെ മക്കളും ഞങ്ങൾ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. മാമൻ്റെ ഭാര്യയും മോളും തുളസിയില കൊള്ളുമായിരുന്നു. എല്ലാവരും അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെന്താ പറയുക, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ താലപ്പൊലി ഏന്തി പോകുന്നത് ഒരു വലിയ ഗ്രൗണ്ടിലോട്ട് ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വന്നു. രാവിലെ ഞാനും കുട്ടൂസിച്ചാൻ്റെ ബൈക്കിൽ രാവിലെ 8:30 പോകുന്നായിരുന്നു. അമ്മ താമസിച്ചാണ് വന്നത്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു. അത് ഞങ്ങൾ ആ വലിയ ഗ്രൗണ്ടിലെത്തി. വലിയ റോഡ് സൈഡിലുള്ള ഗ്രൗണ്ടാണ് കേട്ടോ, വലിയൊരു ഗ്രൗണ്ട്. അവിടെ എത്തിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ചടങ്ങുകൾ. ഭയങ്കര ചൂടാണ് കേട്ടോ. ഗ്രൗണ്ടിൽ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല.
അവിടുത്തെ ചടങ്ങുകളൊക്കെ തീർന്നു കേട്ടോ. അവിടുത്തെ ചടങ്ങുകളൊക്കെ തീരാറായി. താലപ്പൊലി ഇന്ത്യയുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ മഞ്ഞപ്പൊടിയൊക്കെ എന്തോ മഞ്ഞളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഞങ്ങൾ റോഡിലെത്തിയപ്പോൾ അവിടെ കുറച്ച് തുള്ളലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ഇതുപോലെ തുള്ളിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഞങ്ങൾ നടന്ന അമ്പലത്തിലോട്ട് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ തെയ്യം അവിടെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഞാനൊക്കെ പേടിച്ച് ദൂരെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഈ ക്യാമറ വീഡിയോസിനൊക്കെ ഇത്ര ക്ലാരിറ്റി കുറവ്. നേരെ അമ്പലത്തിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അമ്പലത്തിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ തന്നെ വന്ന കുറച്ച് ആൾക്കാർ തീ കൊണ്ടുള്ള കുറച്ച് രൂപങ്ങളൊക്കെ അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അത് കാണാൻ. ചെണ്ട കൊട്ടിനടുത്ത് അവർ നൃത്തം ചുവടുകളൊക്കെ തീ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസം അത് കാണാൻ കേട്ടോ. നമ്മൾ കണ്ടു നോക്കാം, നല്ല രസമാണ്. ഏകദേശം അത് ഒരു മണിക്കൂർ തന്നെ അതുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ കലാരൂപങ്ങളായിട്ടോ. കൈകൊട്ടിക്കളി ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് നിർത്തില്ല, കുറച്ച് വീഡിയോസ് എടുത്തിട്ടോ കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു കുഞ്ഞു കുട്ടി കുറുമ്പ് കളിക്കുന്നതുണ്ടോ. നോട്ടുമാലയൊക്കെ കിട്ടി കേട്ടോ കുഞ്ഞു കുറുമ്പിക്ക്. ഇത് ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പിള്ളേരാണ് കേട്ടോ ഇവിടുത്തെ. കുറേ ടീംസ് കളിച്ചിട്ടുണ്ടായിരുന്നു കൈകൊട്ടിക്കളി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ ടീമെന്ന് പറഞ്ഞാൽ മാമൻ്റെ ഭാര്യ ആൻറ്റിയുടെ നാത്തുവിൻ്റെ ടീമാണ് കേട്ടോ. അവരുടെ ടീമാണ് ഈ കൈകൊട്ടിക്കളി കേട്ടോ. ആ കൂട്ടത്തിൽ എനിക്ക് വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ആൻറ്റി ചേച്ചിയെ കാണിക്കാൻ പറ്റില്ല. ഇത് നല്ല രസമാണ് ഈ കളി. പക്ഷെ അവർ തിരിഞ്ഞാൽ നിന്ന് കളിച്ചത്. എല്ലാ കൈകൊട്ടിക്കളിയും സൂപ്പർ കാട്ടി പൊളിയായിരുന്നു. എല്ലാ കൈകൊട്ടിക്കളിയും എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല. 2-3 ടീമിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാളും ഞങ്ങളെ നാട്ടിലെ കുഞ്ഞു മക്കളാണ്. രണ്ടാളും സൂപ്പറായിട്ട് കളിച്ചേട്ടാ. അടിച്ചു പൊളിച്ച് കളിച്ചേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത തിറ തെയ്യാണ് കേട്ടോ. ഇത് സർപ്പം നാഗത്തിൻ്റെ തിറ തെയ്യ. അത് ഏകദേശം അരമണിക്കൂറും കൂടുതൽ 1 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നതാണ് വീണ്ടും ആ തീ കൊണ്ടുള്ള അഭ്യാസങ്ങളാണ്. എന്നിട്ട് ആ നാഗദൈവത്തിൻ്റെ അകത്ത് തിറ പാലും മുട്ടയും കുടിക്കുന്ന ആ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ഇത് കഴിഞ്ഞ് വീണ്ടും കുട്ടികളുടെ കലാപരിപാടികൾ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീമിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി 2-3 ടീമിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല.
അതേസമയം കുട്ടൂസിന് ഉറക്കം വന്നിട്ട് ഞങ്ങൾ റൂമിനകത്ത് പോയിരുന്നു. പിന്നത്തെ അവസാനത്തെ പരിപാടിയാണ് കേട്ടോ. ഞാൻ കരിങ്കുട്ടിച്ചാത്തൻ തിറ പേടിച്ച് പോകും കേട്ടോ. ആ കുട്ടികളൊക്കെ പേടിച്ച് വിളിച്ചിട്ടും ഓടിയിട്ടും അയ്യോ പറയാൻ തന്നെ വയ്യ. ഇത് തീർന്നപ്പോൾ തന്നെ ഏകദേശം 1:30 ആയിട്ടോ. ഇതാണ് അവസാനത്തെ പരിപാടി. വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, സ്വന്തം സബ്സ്ക്രൈബ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലെ പൂരക്കാഴ്ചയായി കാണിക്കുന്ന വീഡിയോ. അപ്പം ബൈ.